അതെ ഈ പങ്കജ ടെക്സ്റ്റൈൽസിലെ പ്യാരിയാതില്ലേ അവന്റെ കാര്യം തന്നെയായി പറയണേ. അതെ വല്ല ഒന്ന് രണ്ടാള് പറഞ്ഞു, ഞാൻ ഒന്നും കൂടി അന്വേഷിക്കാൻ വേണ്ടിട്ട്. മതി മതി, അല്ല വെറുതെ ഒന്ന് അന്വേഷിച്ചാ. ആ ശരി. എന്തായിരുന്നു അമ്മയും മകളും കൂടിയിട്ട്? ഇപ്പൊ എന്തായി? കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അതിന് മുമ്പ് അറിഞ്ഞില്ലേ? അറിഞ്ഞതെങ്ങനെ? ഞാൻ അന്വേഷിച്ചോണ്ടറിഞ്ഞു. ഒരു മനുഷ്യനെ ഒറ്റ നോട്ടത്ത് കണ്ട ഒരു വിലയിരുത്തറ. അവന്റെ കളറ്, അവന്റെ ഡ്രസ്സ്, അവന്റെ മുടി, അവൻ ചെത്തിപ്പൊളിച്ചു പോണ വണ്ടി, ഇതൊന്നും കണ്ടിട്ടല്ല ഒരുത്തനെ വിലയിരുത്തേണ്ടത്. അവന്റെ പെരുമാറ്റം, അവന്റെ സ്വഭാവം, അവന്റെ കഴിവ്, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ കാര്യക്ഷമത, അവനിലെ നന്മ, ഉത്തരവാദിത്വ ബോധം, ഇതൊക്കെ കണ്ടിട്ടാ ഒരുത്തനെ വിലയിരുത്തേണ്ടത്. സംഭവം അവന്റെ അച്ഛന്റെ ടെക്സ്റ്റൈൽസ് ഒക്കെ തന്നെ. ഇവനവിടെ ഒരു വിലയില്ലെന്ന്. 10 രൂപ എടുത്ത് പെരുമാറാൻ അറിയാത്തൊരു മണ്ണുണ്ണി. അവിടുത്തെ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും ഇവൻ അറിയില്ല. ക്യാഷിലെ പോലും അവനിരുത്തില്ല. വെറുതെ എങ്ങനെ ഒരു രൂപം അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. അവനെങ്ങാനും നീ കെട്ടിക്കഴിഞ്ഞ അവന്റെ ടെക്സ്റ്റൈൽസിൽ നിന്ന് നിനക്ക് പറ്റിയൊരു സാരി പോലും എടുത്തു തരാൻ അവന് പറ്റില്ല. ഇനി മേലെ നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വന്നാ അവന്റെ വേഷവും കളറും ഡ്രസ്സും വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവൻ നല്ലതാ, ഇവൻ മതിയെന്നെങ്ങാനും പറയാൻ നിന്നാ, ഒറ്റ നോട്ടത്തിൽ ഒരുത്തനെ നോക്കിയിട്ട് എങ്ങാനും വിലയിരുത്താൻ നിന്നാ അനുഭവത്തിന്ന് പഠിച്ചോ. അതെ, നമുക്ക് ആ ശീതളന്റെ കാര്യം ഒന്ന് ആലോചിച്ചാലോ? എന്തു മുഖം വെച്ചിട്ടാണ് നമ്മുടെ മോൾ അവനോട് കെട്ടാൻ പറയാ? അന്ന് മാന്യായിട്ട് ഇവിടെ ഒന്ന് പെണ്ണ് ചോദിച്ചല്ലേ? അന്നാ പെണ്ണന്വേഷിച്ച് വന്നു നിന്നപ്പോ നല്ല വിദ്യാഭ്യാസം, നല്ല സർക്കാർ ജോലി, ആ കാർന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നിൽക്കണം നിൽപ്പേണ്ട നീ. ആ കുറിയൊക്കെ തൊട്ട് ആ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ആ ഭവ്യതയോടെ കുലീനതയോടെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോ അപ്പൊ അവൾക്ക് പുച്ഛം. അപ്പൊ അതൊക്കെ കഴിഞ്ഞില്ലേ, നമുക്കൊന്ന് ആലോചിക്കാം. എങ്ങനെ ആലോചിക്കണേ? അവനൊക്കെ പെണ്ണുങ്ങൾ കൊത്തിക്കൊണ്ട് പോയിണ്ടാവും. ഒന്നുമല്ല, ഞാൻ മൊയ്തുവിനോട് സംസാരിച്ചിരുന്നു. ഞാൻ മൊയ്തുവിനോട് ചോദിച്ചിട്ടുണ്ട്, കല്യാണം ഒന്നും തീരുമാനമായിട്ടില്ല, നമുക്കൊന്ന് ആലോചിക്കാം. എന്തേടി? ആന്ന് മൊയ്തുവിനോട് ചോദിക്കൂ? ഞാൻ ചോദിച്ചു. നിങ്ങൾ ഈ കുട്ടി എങ്ങണ്ട് നോക്കി ഇതെങ്ങണ്ട് അല്ലേ? ഇങ്ങോട്ട് നോക്ക് ശീതള. അമ്മോ ലുക്കിൽ മതി, എടുപ്പ് നടപ്പുണ്ടാവും. ലുക്ക് മതി. നിങ്ങളൊക്കെ പറഞ്ഞതിനനുസരിച്ച് ഞാൻ എൻ്റെ വേഷവും ഭാവവും രൂപവും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആലോചനകളും വരുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഗവൺമെന്റ് ഉദ്യോഗം കൂടി ഉണ്ട്. ഇപ്പോഴുള്ള പല പിള്ളേരും എന്താ നോക്കിയേ, ഈ വേഷങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന പല പിള്ളേരെക്കാളും ഇൻഡിവിജ്വൽ ക്വാളിറ്റിയും മോറൽ ക്വാളിറ്റിയും എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആലോചന വരുന്നത്. ഇപ്പൊ ഈ കാണിച്ച കുട്ടികളുടെ ഒക്കെ വേഷവും രൂപവും ഭാവവും ഒക്കെ നോക്കിയിട്ട് അതൊരു നല്ല ബന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റും. പറ്റൂലേ? അതെങ്ങനെ പറ്റും? പറ്റില്ല. ഒക്കെ വേറും ഈ വേഷം കെട്ടി നടക്കുക എന്നല്ലാതെ എന്ത് തേങ്ങ അവനൊക്കെ അറിയാം. വിവരം ഉണ്ടാവില്ല, വിദ്യാഭ്യാസവും ഇല്ല. ഒരു 10 റുപ്യ കുടുംബത്തിലേക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ? അതും ഇല്ല. അതുപോലെ ഇവൻ ലുക്ക് ഉണ്ടല്ലോ, അതിന് നമുക്ക് ഭാവവും പെരുമാറ്റം മാറ്റും. മിണ്ടാണ്ടിരിക്കണം, ചിലക്കാതെ. അതെ സത്യേട്ടാ, അത് പിടി. ഇതൊന്നും കാണണ്ട. നമ്മള് കഴിഞ്ഞ ദിവസം പെണ്ണാണം പോയില്ല സുഗതന്റെ വീട്ടില്. അവിടുത്തെ ആലോചന മുടങ്ങിക്കണം, ആ പ്യാരിനുള്ള ആലോചന മുടങ്ങി. അപ്പൊ അവർക്കിപ്പോ നമ്മളെ കാര്യത്തിൽ താല്പര്യം ഉണ്ടെന്ന്, ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെന്ന് സുഗതം കൊണ്ട് പറഞ്ഞിരിക്കണം. ആ കല്യാണം ഈ തറവാട്ടിൽ വേണ്ട. ഇത് മിണ്ടാ നിൽക്കരുത് ഉണ്ണിയെ. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയാണോ? ആണോ? അല്ല, അന്ന് ശീതളിനും ആ കുട്ടീനെ ഇഷ്ടമായിക്കണം, അതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചോളി. അത് വേണ്ട അച്ഛാ. ഇനി നമുക്ക് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളെ വേണ്ട. നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു കോമൺ സെൻസും പക്വതൊക്കെ ഉള്ള ഒരു കുട്ടീനെ അന്വേഷിക്കാം. മതി, ഞാൻ കണ്ടുപിടിച്ചു തരാം.